ഞാൻ ഹായ് ഗൈസ്, ഞാൻ എൻ്റെ സൗന്ദര്യം കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടേ ചിലപ്പോൾ ഒരു ഒരു ഇടയ്ക്കൊരു ഒരു കാര്യം ചെയ്യാറുണ്ട്. സൗന്ദര്യം കൂടി പറഞ്ഞുതരാം. പലരാലും ഉപേക്ഷിക്കപ്പെട്ട നേരെ വെച്ചോട്ടെ പലരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് ചീത്തപ്പേര് കേൾക്കുന്ന, കൊള്ളത്തില്ല, ഇവർ സമൂഹത്തിന് വേണ്ട, മാറ്റി നിർത്തപ്പെടണം എന്ന ആ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ആക്രോശിക്കുന്ന മനുഷ്യരെ നമ്മളോട് വന്ന് പറയും. അയ്യോ, അപ്പോൾ നമ്മൾ ഏകദേശം അതുപോലൊക്കെയാണ്. അപ്പോൾ അവരെ നമ്മൾ കൈ പിടിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഗ്ലാമർ കുറച്ച് കൂടും. എനിക്കെന്താ ഗ്ലാമറില്ലേ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലാമർ കുറച്ച് കൂടും, നമ്മൾക്ക് ഐശ്വര്യങ്ങളുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോഹൻലാലിൻ്റെ ഒരിക്കലും മറക്കാത്തൊരു സീനാണ് മാഡം സിൽക്ക് സ്മിത. ഐ വോണ്ട് ടു കോൾ ഹർ ലൈക്ക് ദാറ്റ്. ഞാൻ അവരോട് ഭയങ്കര ഒരു ഫാനാണ്, എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. അവരെന്ത് നല്ലൊരു സ്ത്രീയാണ്. സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ആണുങ്ങളുടെ ചെവി കടിച്ച് മുറിച്ച് മറ്റുള്ളവരെ പ്രതികൂട്ടിലാക്കുന്ന ഇന്നത്തെ ആൾക്കാരെക്കാൾ എന്ത് നല്ലതാണ് സിൽക്ക് സ്മിത. അവരുടെ ടാലൻറ്റും ഉപയോഗിച്ച് മാന്യമായി പണം സമ്പാദിച്ചു, അംഗീകാരങ്ങളിലെത്തി. അല്ലാതെ മറ്റു പുരുഷന്മാരുടെ ചെവി കടിച്ചു പറിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുക വഴി നമ്മുടെ സൗന്ദര്യം ഒരിക്കലും കൂടത്തില്ല. നമ്മൾക്ക് എപ്പോഴാണ് സൗന്ദര്യം വരുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകളുടെ. എൻ്റെ ശാസ്ത്രം, എൻ്റെ സയൻസ്, ഞാൻ കണ്ടുപിടിച്ചത് ആണത്. എവിടെയോ വായിച്ചതിൽ നിന്ന് നമ്മളെക്കാൾ താഴ്ന്ന, നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയെ നമ്മൾ കൈ പിടിച്ചുയർത്തുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം കൂടുന്നത്. അല്ലാതെ ആണുങ്ങളുടെ ചെവി കടിച്ചു മുറിച്ച് തലീണ മന്ത്രം പറഞ്ഞ് അവരെ ഈ സ്ത്രീകൾക്ക് എതിരിലാക്കുമ്പോഴല്ല. ഓക്കെ, കാണാമായിരിക്കാം, കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷെ അവരെ അടിച്ചു തകർക്കുകയോ മാറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത്. മാനസിക രോഗമുള്ളവരുണ്ടാവാം, ആങ്കർ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം. പിന്നെ എന്തിനാണ് പ്രൊഫഷണൽസ്? അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണോ? അവരെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനിത് കേട്ട് കണ്ടു പഠിച്ചത് എല്ലാവരും കൊണ്ടു നടന്ന് എന്നെ പഠിപ്പിച്ച ബൈബിളിൽ നിന്നാണ്. എൻ്റെ പൂർവികർ എന്നെ രാമായണം പഠിപ്പിച്ചു, ചിലരിൽ നിന്നൊക്കെ ഞാൻ ബൈബിളും പഠിച്ചു. ആ ബൈബിളിനകത്ത് യേശു ക്രിസ്തു കൈ പിടിക്കുന്നത് മറിയത്തെ, മറ്റുള്ളവരെല്ലാം കല്ലെറിയുന്ന ഒരു വേശ്യാസ്ത്രീയെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയൂ. എന്നെ സംബന്ധിച്ച് ഏറ്റവും മോശം, ഏറ്റവും പാപം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ ഉപദ്രവിക്കുന്നതാണ്. എന്നിട്ട് എങ്ങനെ നിങ്ങൾ പെർഫെക്റ്റ് ആവും? നിങ്ങളെ പുഴുക്കളെ പോലെ മറ്റു മനുഷ്യർ കാണുന്നത്. സ്വന്തം കാര്യലാഭത്തിന് സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പുരുഷന്മാരെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപയോഗിച്ചോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യർക്ക് ഈ പറഞ്ഞ സ്ത്രീകളുടെ വില പോലും ഇല്ലാതെ സമൂഹം നിങ്ങളെ അങ്ങനെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉപദ്രവിക്കാതിരിക്കുക ആരെയും. അപ്പോൾ ഈ പണക്കാർ, കാശുള്ളവരുടെ ഞാൻ കണ്ടൊരു മണ്ടത്തരമാണ്. ഒരു കാശുണ്ട്. എനിക്ക് കാശുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും. കാരണം അവർക്ക് ദൈവം അനുഗ്രഹിച്ച് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇവരിൽ ഞാൻ ഒരു 50%, എൻ്റെ അനുഭവമാണ് കേട്ടോ, 50% മാത്രം നല്ല സ്വർണം പോലുള്ള മനുഷ്യരുണ്ട്. നിങ്ങളിൽ നന്ദിയില്ല, ഗ്രാറ്റിറ്റ്യൂഡില്ല. നന്ദി എന്നതില്ലാത്തടത്ത് നാശമെന്നാണ്. നമ്മൾക്ക് ഇത്രയും ജലം, ഇത്രയും സൂര്യപ്രകാശം, ഇത്രയും ഫ്രൂട്ട്സ്, ഇത്രയും വെജിറ്റബിൾസ്, ഇതൊക്കെ തന്നിരിക്കുന്ന ഭഗവാനോട് നമുക്ക് നന്ദി ഉണ്ടാവണം. ആ നന്ദി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് സഹജീവികളോടുള്ള സ്നേഹം വഴിയാണ്. ഒരു സ്ത്രീയെ നശിപ്പിക്കുക വഴി. പിന്നെ ഈ ചതിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെന്നെ ചതിക്കുവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അത്രയും ബുദ്ധി കുറഞ്ഞൊരു സ്ത്രീയല്ല. പിന്നെയും ഞാൻ നിങ്ങളെ സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് എന്നുള്ളത്, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ആരും വരത്തില്ല. നിങ്ങളുടെ അഹങ്കാരവും ഗർവും
നിങ്ങളുടെ പ്രവൃത്തികളും ഇതെല്ലാം കൊണ്ട് നിങ്ങളുടെ കൂടെ ആരും നിൽക്കത്തില്ല, ആരും നിങ്ങൾക്ക് കാണത്തില്ല. അതെന്നെ പഠിപ്പിച്ചു തന്ന ഒരാളുണ്ട്. ദുഷ്ടനും ദയ അർഹിക്കുന്നുണ്ട്. ഇയാൾ ആൽക്കഹോളിക്കാണ്, അതുകൊണ്ട് ഇയാളെ ദൂരെ നിൽക്കുന്നിടത്ത് എന്നല്ല പറയേണ്ടത്. ദുഷ്ടനും ദയ അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ബുദ്ധി കുറവുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ തട്ടിയെടുത്തു എന്ന് ചിന്തിക്കുന്ന ഇവളെ ഞാൻ ചതിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക്, നമ്മൾ ഈ തട്ടിയെടുത്ത് വേർതിരിച്ച് 1 വീട് 2 വീട് 3 വീട് തിരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ആരുടെ സ്ഥലമാ? അന്നപ്പോൾ കൊണ്ടുവന്നാണോ? അല്ല. യെസ്, അയാളുടെ നിന്നാണ് തട്ടി. ആ ഗ്രേറ്റ് ദ ലോഡ് അവർ തന്ന ആ പുണ്യ നമ്മൾ കണ്ടിട്ടില്ലാത്ത തന്നതാണ് നമ്മളിങ്ങനെ തട്ടിപ്പറിച്ച് 1 2 3 എന്നിട്ട് എല്ലാം കൂടെ വളച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് തന്നിട്ടാണ്. വെള്ളം കോരി ഒഴിച്ചാൽ എന്ത് ചെയ്യും? സുനാമി വരും, സ്ഥലമില്ലാണ്ടാവും. അതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന പാവപ്പെട്ടവരെ ഒന്ന് കൈ പിടിച്ചുയർത്ത്. അപ്പം സൗന്ദര്യം കൂടും, തളിക്കാത്തും വല്ലതും വരും. ചുമ്മാ കുറേ ഡിഗ്രികൾ 1 2 3 4 എന്നിട്ട് മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് എന്ത് ഫലം? നമ്മളെന്തോ പ്രൊഫഷണൽസ്, എമ്പത്തി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തോ തൊട്ടടുത്ത് നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ അവൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അതിന് കറക്റ്റായിട്ടുള്ള പ്രതിഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ് എനിക്കുള്ളൊരു എക്സ്പീരിയൻസാണ്. എത്ര ചെയ്തു കൊടുത്താലും ഈ കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് അതിനുള്ള നന്ദിയില്ല. നമ്മൾ പരമാവധി ഇവർ ദ്രോഹിക്കും. അത് എന്താണെന്നറിയാമോ? ഞാൻ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ അർഹിക്കുന്നില്ല, അതുകൊണ്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ മോശമായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ മോശം എങ്ങനെ ആവുന്നത്? ഒരു മുറിവിലെ പുഴുവെടുക്കാനും ഒരാളുടെ മലമൂത്ര വിസർജനം ക്ലീൻ ചെയ്യാനും ഒക്കെ തന്നിരിക്കുന്ന പുണ്യകർമ്മം, അത് പുണ്യമായ കർമ്മം, അത് അർഹിക്കുന്നവർക്കേ ദൈവം കൊടുക്കത്തുള്ളൂ. പിന്നെ ഞാനങ്ങനെ കുറഞ്ഞവളാവും, ഞാൻ ഏറ്റവും കൂടിയ ആളെന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക മനുഷ്യരെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ നല്ല കഴിവുള്ളൊരു ആളായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്. മനസ്സിലായോ? എൻ്റെ കഴിവ് അസസ് ചെയ്യാൻ ഒരു കഴിവും ഇല്ലാത്തവരെ നിയോഗിക്കും. അപ്പോൾ പിന്നെ അവർ എനിക്ക് കഴിവുണ്ടെന്ന് പറയുമോ? എനിക്കിപ്പോൾ എൻ്റെ കഴിവെല്ലാം പോയി, ഞാൻ എന്താ വീട്ടിനകത്തായി, ഷെഡിനകത്തായി. ഒരു സ്ഥലത്ത് ഒരാളെ നിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വെക്കുമ്പോൾ അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാമ്പത്തികത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വെച്ചാൽ അയാളിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റി അവിടെ ഇല്ലാതാവുകയാണ്. നമുക്ക് ക്വാളിറ്റി ഓഫ് സർവീസ് കൊടുക്കണ്ടേ? ക്വാളിറ്റി ഓഫ് സർവീസ് വി വിൽ ഗെറ്റ് പീപ്പിൾ. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചൊരു ചീപ്പ് റേറ്റിന് പിന്നെ വീട് തലകുത്തി മറിച്ച് വെക്കുന്ന ആൾക്കാർ നമുക്ക് കിട്ടും. പക്ഷെ ക്വാളിറ്റി ആയിട്ടൊരു വീട് വേണമെങ്കിൽ നമുക്ക് നല്ല ആൾക്കാർ വേണം. ഞാൻ എൻ്റെ ഫുൾ സ്റ്റോറിയും ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും പുറത്തു പറയുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ മലവെള്ളം പോലെ പോകും. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞാണ് അതിനേക്കാളും വലുത്. അവൻ വളർന്ന് വലുതാകുന്നത് എനിക്ക് കാണണം. കാരണം ഞാനെന്ന ജീവിക്ക് ഒരു വിലയില്ലാത്ത ഒരു ഇതാണ്. പ്രത്യേകിച്ചും മെയിൽ പേഴ്സൺസ് അവരോട് ഒരു ശത്രുതയില്ല. നല്ല സുന്ദരന്മാരായ നല്ല മനസ്സുള്ള, ഞാൻ പറഞ്ഞില്ലേ മോഹൻലാലിന് എപ്പോഴാണ് കൂടുതൽ കൈയടി കിട്ടുന്നത്? സ്മിതയുടെ കൈ പിടിച്ച് നടക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുമ്പോഴാണ്. നിങ്ങൾ ഈ കുലസ്ത്രീകൾ, അതായത് പുറകിൽ ആണുങ്ങളുടെ ചെവി കടിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ ക്യാരി ഔട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നിങ്ങൾ ഭയങ്കര സുന്ദരന്മാരാകും, സുന്ദര പുരുഷന്മാരാകും. ഞാൻ കണ്ടിട്ടുള്ള 1 2 സുന്ദര പുരുഷന്മാരുള്ളൂ. ഒന്ന് എൻ്റെ അച്ഛൻ ഇപ്പോഴും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അധ്വാനിച്ചിട്ട്. 74 സുന്ദര പുരുഷനല്ലേ അല്ലേ? പിന്നെ ഒരു വയ്യാത്തൊരു മനുഷ്യൻ, സകലരും എന്നെ തള്ളിയപ്പോൾ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ എന്ന് അദ്ദേഹത്തെ വേണമെങ്കിൽ വിളിക്കാം. പലരും ഇനിയില്ല ഇവള് ചത്തു
ഒന്നുമില്ല, എന്നിൽ നിന്നൊന്നും കിട്ടാം. അതായത് എനിക്ക് ചെറിയൊരു അസുഖം വന്ന് എൻ്റെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ മോശമായപ്പോഴാണ് ഈ 10-22 വർഷമായിട്ട് എൻ്റെ കൂടെ നിന്നവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ സമയത്താണ്. ആ സമയത്ത് എന്നെ കൈപിടിച്ച 1, 2, 3 പുരുഷന്മാരേ ഉള്ളൂ, സ്ത്രീകളും. അവരാണ് ലോകത്തിലെ ഏറ്റവും ഈ കൈ പിടിച്ച് എന്നെ സഹായിച്ചവരെല്ലാം തന്നെ ഒരു ബലവും ഇല്ലാത്ത മനുഷ്യർ. പക്ഷെ എന്തൊരു സുന്ദരന്മാരെ അവരൊക്കെ. ഇത് മനസ്സിലാക്ക്, നമ്മളുടെ കഴിവ്, നമ്മുടെ നന്മയ്ക്കാണ് എപ്പോഴും സൗന്ദര്യം വരുന്നത്. എനിക്ക് എന്നെ ദ്രോഹിച്ചവരെ ഒന്നും ചെയ്യാനറിയാത്തത് നീട്ടല്ല, എല്ലാത്തിനും വഴിയുണ്ട്. പക്ഷേ എൻ്റെ നീതി അതല്ല. അപ്പോൾ ഞാൻ തീരെ സംസ്കാരമില്ലാത്തൊരു സ്ത്രീയായി മാറത്തില്ലേ? സംസ്കാരമുള്ള സ്ത്രീ എന്ന് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത് തനിക്ക് താഴെ കഷ്ടപ്പെടുത്തുന്നവരെ കൈ പിടിച്ചുയർത്തുന്നവരാണ് സുന്ദരികൾ. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കുറച്ച് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് ഈ നന്ദികേട്, നിങ്ങൾക്ക് 100 കാര്യം ചെയ്തു തന്നിട്ടും നിങ്ങൾ വന്ന ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഐ ഫീൽ ലൈക്ക് വൃത്തികെട്ട മനുഷ്യരെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നടിക്കുന്ന ചില മനുഷ്യരുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒന്നും കണ്ടില്ല എന്നടിക്കുന്ന ചില മനുഷ്യർ, അവരുടെ പൈസയുടെ ഗർവ്. വി ഹാവ് ദാറ്റ് മച്ച് ഓഫ് മണി. പൈസ കൊണ്ട് പൈസ അത്യാവശ്യമാണ്, അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഐ റെസ്പെക്റ്റ് മണി, ഐ ലവ് മണി, ഐ ലവ് ദ പീപ്പിൾ ഹൂ ഹാവ് ലോട്ട് ഓഫ് മണി. എനിക്കിഷ്ടമാണ്, കാരണം അവർക്കുണ്ടെങ്കിലല്ലേ നമ്മളെ അങ്ങനെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് മറ്റുള്ളവരെ പുഴുക്കളായി കാണുന്നതിനോട്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതി, ഒരു കിഡ്നി ഫെയിലിയർ വന്നാൽ മതി. ഇതല്ല, കുറച്ചുകൂടിയും എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനത് പിന്നെ ഇന്നത്തെ എൻ്റെ ടൈം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ പറയാം. ഓക്കെ, ബൈ.